ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. കൈലാഷ്, എന്താ ഇത്? കൈലാഷ്, എന്തിനാ ഇത്ര സ്പീഡ് പോകുന്നേ? സ്പീഡ് കുറയ്ക്ക്. കൈലാഷ്, പറയുന്നത് കേട്ടില്ലേ? സ്പീഡ് പോയി എന്തെങ്കിലും അപകടം ഉണ്ടാവും. സ്പീഡ് കുറയ്ക്ക് കൈലാഷ്. നീ ഒന്ന് മിണ്ടായിരിക്കും മുക്ത. നാളേക്ക് തീ പിടിച്ചിരിക്കുമ്പോഴാണ് നിന്റെ ഒരു വണ്ടി വരുന്നു. നീ എന്ത് വരവാടി വരുന്നത്? അത് ഞാൻ അവരെ കണ്ടുപിടിക്കാൻ പറ്റാത്തതിന്റെ ടെൻഷനില്ല. നിന്റെ വരവ് കണ്ടിട്ട് ഞാൻ പേടിച്ചു പോയി. സോറിടാ. നിന്റെ ഏതോ ഫ്രണ്ടിന്റെ സഹായത്തോടെ പാർവതിയും പ്രിയനെയും കണ്ടുപിടിക്കാമെന്ന് നീ പറഞ്ഞില്ലേ? ഫ്രണ്ടിനോട് സംസാരിച്ചു. എന്നിട്ട് എടാ, അത് പറയാൻ വേണ്ടി ഞാൻ നേരിട്ട് അങ്ങോട്ട് വരുമായിരുന്നു. എടാ, പ്രിയന്റെയും പാർവതിയുടെയും മൊബൈൽ സിഗ്നൽ നമ്മുടെ കമ്പനിയുടെ അടുത്തുള്ള ഏതോ ടവറിന്റെ പരിധിയിലാണെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. എന്നുവെച്ചാ നീ ഒന്ന് തെളിച്ച് പറ. എടാ, രണ്ടുപേരും കമ്പനിയുടെ അകത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കമ്പനിയിലോ? അരവിന്ദ് എന്താ ഈ പറയുന്നേ? കമ്പനിയിൽ അന്വേഷിച്ചിട്ടാ ഞങ്ങളിപ്പോ വരുന്നത്. അവിടെ ആരുമില്ലെന്ന് സെക്യൂരിറ്റി പറഞ്ഞു. മൊബൈൽ അവിടെ ഉപേക്ഷിച്ചിട്ട് അവര് വേറെ എവിടെയും പോവില്ല. നിങ്ങൾ കമ്പനി കയറി നോക്കിയായിരുന്നോ? അവരവിടെ ഇല്ലെന്ന് സെക്യൂരിറ്റി പറയുകയും ചെയ്തു, രജിസ്റ്റർ കാണിക്കുകയും ചെയ്തു. അതിൽ അവര് രണ്ടുപേരും സൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കയറി നോക്കിയില്ല. അവിടം വരെ അന്വേഷിച്ചു പോയ സ്ഥിതിക്ക് നിങ്ങക്ക് അവിടെ കയറി ഒന്ന് നോക്കായിരുന്നില്ലേ? അരവിന്ദ് എന്താ ഈ പറഞ്ഞു വരുന്നേ? രജിസ്റ്ററിൽ സൈൻ ചെയ്തതിന് ശേഷം അവരുടെ സൈക്കിളും ബൈക്കും എവിടെയോ ഒളിപ്പിച്ച് വെച്ചിട്ട് രണ്ടാളും വീണ്ടും കമ്പനിയിൽ കയറി പറ്റിയെന്നോ? രഹസ്യമായി കമ്പനിയിൽ കയറിയിരിക്കാൻ പ്രിയനും പാർവതി എന്താ ലവേഴ്സ് ആണോ? മുക്ത, അയ്യോ മാഡം, അവര് ലവേഴ്സ് ആണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ കാണിക്കുന്നത് ലവേഴ്സ് അല്ലേ? അരവിന്ദ് പറഞ്ഞതുപോലെ കമ്പനിയിൽ ഉണ്ടാവാൻ സാധ്യതയില്ലെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. കമ്പനിയുടെ അടുത്തുള്ള ടവറിന്റെ പരിധിയിലാണ് രണ്ടുപേരുടെയും ഫോണുള്ളത്. ഇത് പറഞ്ഞ ഞാനല്ല, സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥനാ. അവന് തെറ്റുപറ്റില്ലല്ലോ. പിന്നെ പ്രിയനും പാർവതിക്ക് എന്താ സംഭവിച്ചതെന്ന് നമുക്കും അറിയില്ലല്ലോ. അവരെവിടെയുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. കമ്പനി കയറി നോക്കാതെ തിരിച്ചു വന്നത് തെറ്റായിപ്പോയെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ ഈ കാര്യം കരുണാകരൻ സാറിനെ വിളിച്ചറിയിച്ചു. കമ്പനി തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കരുണാകരൻ സാറും പറയുന്നത്. കൈലാഷ്, അരവിന്ദ് പറഞ്ഞതുപോലെ നമുക്ക് കമ്പനി പോയി നോക്കാം. അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിലോ? പോയി നോക്കാം. മേഡം കേറ്. മുക്ത കേറ്. ഞാൻ അരവിന്ദിന്റെ കൂടെ വന്നോളാം. ശരി. സ്റ്റേഷനിൽ നേരിട്ട് പോയി പരാതി എഴുതി കൊടുത്തതല്ലേ? അവരന്വേഷിക്കാതിരിക്കോ? ആ പോലീസുകാരനോട് സർക്കിൾ ഇൻസ്പെക്ടറുടെ ഫോൺ നമ്പർ ചോദിച്ചു വാങ്ങാൻ തോന്നിയത് നന്നായി. പ്രിയനെയും പാർവതിയെയും കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് അയാളെ വിളിച്ച് ചോദിക്കാം. ഹലോ സാറേ, ഞാൻ പ്രിയന്റെ അമ്മയാ. പ്രിയനോ? ഏത് പ്രിയൻ? കുറച്ചു മുമ്പ് അവിടെ വന്നൊരു പരാതി എഴുതി തന്നില്ലേ? ഗാർമെന്റ്സിൽ ജോലി ചെയ്യുന്ന പ്രിയനെയും പാർവതിയും കാണാനില്ലെന്ന് പറഞ്ഞ്. ഓ, മനസ്സിലായി. അവൻ തിരിച്ചു വന്നോ? ഇല്ല സർ. അവൻ കമ്പനിയിലെ ഗോഡൌണില് ജോലി ചെയ്യുന്നുണ്ടാവുമെന്ന് അവന്റെ കൂടെ ജോലി ചെയ്യുന്ന അവന്റെ കൂട്ടുകാരൻ പറഞ്ഞപ്പോ കൈലാസ് സാറും ഞങ്ങളും അവിടെ പോയി നോക്കി. പ്രിയനും പാർവതി അവിടെ ഇല്ല. രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ട് നേരത്തെ പോയെന്നാ സെക്യൂരിറ്റി പറയുന്നത്. എനിക്ക് പേടിയാവുന്നു സാർ. എന്റെ കുടുംബത്തിന്റെ അത്താണിയാണ് അവൻ. ആണായിട്ട് അവൻ മാത്രമേ ഉള്ളൂ എനിക്ക്.
സാറിന് അവരോടെന്തോ വിരോധമുണ്ടെന്ന് സാറിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞതൊന്നും സാറ് മനസ്സിൽ വെക്കരുത്. എങ്ങനെയെങ്കിലും സാർ അവനെ കണ്ടുപിടിച്ചു തരണം. നിങ്ങൾ വിഷമിക്കണ്ട, എനിക്ക് അവനോട് യാതൊരു വിരോധവുമില്ല. നേരം വിളക്കുന്നതിന് മുമ്പ് ഞാൻ അവനെ കണ്ടുപിടിച്ചിരിക്കും. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. പാറു, ഇവിടെ കിടക്കാൻ സ്ഥലമുണ്ട്. ഞാൻ കാവിലിരുന്നോളാന്ന് പറയുകയും ചെയ്തു. എന്നിട്ടും ഇങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? കിടന്ന് ഉറങ്ങിക്കോ പാറു. കുഴപ്പമില്ല പ്രിയൻ ചേട്ടാ, കിടന്നാലും ഇനി ഉറക്കം വരുന്ന തോന്നില്ല. ഇല്ല, നിനക്ക് ഉറക്കം വരുന്നേ ഇല്ല. നീ ഇരുന്ന് ഉറക്കം തൂങ്ങുകയല്ല, അപ്പൊ അഭിനയിക്കുകയാണല്ലേ? ഞാൻ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങിക്കോളാം. നിന്റെ ഇഷ്ടം. എന്നെ വിശ്വാസമില്ലാത്തോണ്ടല്ലേ? ഇനി ഞാൻ പറയില്ല. അയ്യോ, പ്രിയൻ ചേട്ടനെ വിശ്വാസം ഇല്ലാത്തോണ്ടൊന്നും അല്ല. എന്നെ പേടിച്ചിട്ട് തന്നെയാ. എന്തെങ്കിലും ഒരു സൂത്രം കാണിച്ചാലേ ഇവൾ ഉറങ്ങും. പാറു, എനിക്കെന്തോ നല്ല ക്ഷീണം, ഉറക്കവും വരുന്നു. ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോവാ. പ്രിയൻ ചേട്ടൻ ഉറങ്ങണോ? എന്താ ഇത്ര അത്ഭുതത്തോടെ ചോദിക്കുന്നത്? എനിക്ക് ഉറങ്ങണ്ടേ? പിന്നെ എനിക്ക് ഉറങ്ങാതെ കാവലിരിക്കാന്ന് പറഞ്ഞത്? നിനക്ക് ഉറങ്ങാൻ വേണ്ടി ഞാൻ ഉണർന്നിരിക്കും എന്നല്ലേ പറഞ്ഞത്? ഉറങ്ങാൻ താല്പര്യമില്ലാത്ത നിനക്ക് എന്തിനാ കാവല്? ഉറങ്ങാത്ത നിനക്ക് വേണ്ടി എന്റെ ഉറക്കം കളയാൻ എനിക്ക് വട്ടൊന്നുമില്ല. ഞാൻ ഉറങ്ങാൻ പോവാ. അയ്യോ പ്രിയൻ ചേട്ടാ, ഞാൻ ഉറങ്ങി എണീക്കുന്നവരെ നീ എനിക്ക് കാവലിരിക്കും. ഞാനോ? എന്തിനാ പേടിക്കുന്നേ? നീ ഒറ്റയ്ക്കല്ലല്ലോ, ഇവിടെ അനുരാധയില്ലേ? പ്രിയൻ ചേട്ടാ, നിനക്കെന്നെ വിശ്വാസമില്ല, പക്ഷേ എനിക്ക് നിന്നെ നല്ല വിശ്വാസമാണ്. എന്നെ നന്നായി നോക്കിക്കൊള്ളണേ അനുരാധേ. പാറുവിന്റെ അടുത്ത് തന്നെ ഇരുന്ന് നീ എന്നെ നോക്കിക്കൊള്ളണേ. ഗുഡ് നൈറ്റ് പാറു. ഗുഡ് നൈറ്റ് അനുരാധേ. അയ്യോ പ്രേതത്തിനെ കാണുമ്പോഴാ പട്ടി ഓലിയിടുന്നത്. പ്രിയൻ ചേട്ടാ, പ്രിയൻ ചേട്ടാ. അയ്യോ നാരായണ നാരായണ നാരായണ.